Good morning to everyone. Welcome back to English Shine Academy. നിങ്ങളെക്കുറിച്ച് അട്രാക്റ്റീവായിട്ടുള്ള ഇംപ്രസീവായിട്ടുള്ള ഒരു 10 കാര്യങ്ങൾ പറയൂ. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ, വളരെ ശ്രദ്ധയോടു കൂടി കാണുകയാണെങ്കിൽ, ഐ ഗ്യാരണ്ടി യു ക്യാൻ സ്പീക്ക് മെനി സെൻറ്റൻസസ് അബൌട്ട് യുവർ സെൽഫ് വെരി ഈസിലി. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സെൻറ്റൻസുകൾ പറയാൻ കഴിയും, ഉണ്ടാക്കാൻ കഴിയും. മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇതിന് മുന്നേ ഉള്ള ഒരുപാട് വീഡിയോസുകളുണ്ട്, അതെല്ലാം കാണണം. അതിൻ്റെ കാരണം ഓരോ വീഡിയോയും മറ്റൊന്നിനോടുമായി ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഈസ് എം ആറിൻ്റെ ഇൻട്രൊഡക്ഷൻ. എന്താണ് ഈസ് എം ആർ അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ് എം ആറിൻ്റെ കറക്റ്റായിട്ടുള്ള ഉപയോഗം എന്താ നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ്. ഈസ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലറിൻ്റെ കൂടെയാണ്. സിംഗുലർ ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലറിൻ്റെ കൂടെയാണ്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ്, അല്ലെങ്കിൽ ഹീ ഈസ്, അല്ലെങ്കിൽ അഞ്ജലി, ഏതെങ്കിലും ഒരു പേരാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അതും എന്താണ്? സിംഗുലറാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെയൊക്കെ ഈസാണ് വരിക. എം ഇവിടെ വരിക, എം എപ്പോഴും അതിൻ്റെ കൂടെ വരിക. അതിൻ്റെ കൂടെയാണ് നമ്മൾ എപ്പോഴും എം ഉപയോഗിക്കുക. ഓക്കെ, ഐ ആം എ ടീച്ചർ, ഐ ആം എ ഡോക്ടർ. ആർ എപ്പോഴും ഉപയോഗിക്കുക? ആർ എപ്പോഴും പ്ലൂറലിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. പ്ലൂറൽ ഫോം. എന്താണ്? പ്ലൂറൽ ഫോം. ഫോർ എക്സാമ്പിൾ, വി ആർ അല്ലേ? വി ആർ അല്ലെങ്കിൽ ദേ ആർ, അവരാകുന്നു അല്ലെങ്കിൽ അവരാണ്. ഇതിനൊക്കെ നമ്മൾ ആർ നമ്മളായി ഉപയോഗിക്കും. ഒന്നുകൂടി, ഈസ് ഉപയോഗിക്കും സിംഗുലറിൻ്റെ കൂടെ, എം ഉപയോഗിക്കും അതിൻ്റെ കൂടെ, ആർ ഉപയോഗിക്കും പ്ലൂറൽ ഫോമിൻ്റെ കൂടെ. ഇനി ആദ്യത്തെ സെൻറ്റൻസ്, ഐ ആം ഡോക്ടർ. ഐ ആം ഡോക്ടർ എന്ന് പറയുന്ന സെൻറ്റൻസ് തികച്ചും തെറ്റാണ്. കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് എന്താണ്? ഐ ആം എ ഡോക്ടർ. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് ഐ ആം ഡോക്ടർ എന്ന് പറയുന്ന സെൻറ്റൻസ് തെറ്റ്? അതിൻ്റെ കാരണം ഇവിടെയാണ്. ഇനിയുള്ള കാര്യങ്ങൾ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഇവിടെ ഇതിന് നമ്മൾ എന്ത് പറയും? ആർട്ടിക്കിൾസ് എന്ന് പറയും. എന്താണ് ആർട്ടിക്കിൾസ്? AN, എല്ലാവർക്കും പറയാം AN, ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, AN. ഇനി ഇതെന്താണ്? ഇതാണ് നൗണ്. ഈ രണ്ടും ഞാൻ വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും വൈറ്റ് കളറിൽ. എന്താ കാരണം അറിയോ? അതിൻ്റെ കാരണം ഈ രണ്ടും മറ്റൊന്നിനോടുമായി ഇൻ്റർ കണക്റ്റഡ് ആണ്. എന്താണ്? ഇൻ്റർ കണക്റ്റഡ് ആണ്. അതിൻ്റെ കാരണം ടീച്ചർ എന്ന് പറയുന്നതാണ് ടീച്ചർ, പ്രൊഫഷനെ കാണിക്കുന്ന ഏതൊരു വേർഡിനും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നൗൺ എന്ന് പറയാം. എന്താണ്? പ്രൊഫഷനെ കാണിക്കുന്ന ഏതൊരു വേർഡും എന്താണ്? നൗണാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു പ്രത്യേക ഒരു നിയമമുണ്ട്, റൂളുണ്ട്. നിയമം എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സിംഗുലർ നൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒന്നുകൂടി, കൗണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സിംഗുലർ നൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് വന്നിരിക്കണം. എന്താ പറഞ്ഞ്? കൗണ്ട് ചെയ്യാൻ കഴിയുന്ന സിംഗുലർ നൗൺ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ വന്നിരിക്കണം, നിർബന്ധമാണ്. ഇവിടെ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ഡോക്ടറല്ലേ, സിംഗുലർ നൗണാണ്, കൗണ്ട് ചെയ്യാൻ കഴിയും. ഇവിടെ വന്നിട്ടില്ല, ആർട്ടിക്കിൾസ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് തെറ്റ്. ഐ എം എ ഡോക്ടർ എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ കഴിയുന്ന സിംഗുലർ നൗണാണ്, അതിൻ്റെ കൂടെ എപ്പോഴും ആർട്ടിക്കിൾസ് വന്നിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ സെൻറ്റൻസ് തെറ്റെന്ന് പറഞ്ഞത്. ക്ലിയർ? ഐ ആം ടീച്ചർ എന്ന് പറയരുത്. ഐ ആം ടീച്ചർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ ആം ടീച്ചർ. ഈ സെൻറ്റൻസ് തികച്ചും തെറ്റാൻ്റെ കാരണം ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ കൗണ്ടബിൾ നൗണാണ്, കൗണ്ട് ചെയ്യാൻ കഴിയുന്ന ഒറ്റ സിംഗുലർ നൗണാണ്. അതിൻ്റെ കൂടെ എപ്പോഴും ആർട്ടിക്കിൾസ് വന്നിരിക്കണം. ഐ എം എ ടീച്ചർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി? ക്ലിയർ? ഇനി ഈ ആർട്ടിക്കിൾസ് ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ നൗണും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇതും അവിടെ കിടക്കട്ടെ. ക്ലിയർ? അപ്പോൾ സിംഗുലർ കൗണ്ടബിൾ നൗൺ വന്നില്ലെങ്കിൽ ഇത് വരാൻ പാടില്ല, ഇത് വന്നാലും അത് വരണം. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. സിംഗുലർ കൗണ്ടബിൾ നൗൺ വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ വന്നിരിക്കണം. ഇത് വന്നില്ലെങ്കിലോ പിന്നെ ഇത് വരാൻ പാടില്ല. ഇത് വന്നില്ലെങ്കിൽ ഇത് വരാൻ പാടില്ല, ഇത് വന്നില്ലെങ്കിലോ ഇത് വരാൻ പാടില്ല. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? ഇനി ഇത് രണ്ടും ഇവിടെ കിടക്കട്ടെ. ഇനി അടുത്തത്, നിങ്ങളെക്കുറിച്ച് ഒരു 10 കാര്യങ്ങൾ പറയും.
നിങ്ങൾ നിങ്ങളെക്കുറിച്ച് 10 കാര്യം, 10 അല്ല 100 എത്രയും പറയാം. ഓക്കെ, 10 കാര്യം പറയാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഈ രണ്ട് വേർഡ്സിൻ്റെ കളർ എന്താണ്? രണ്ടും യെല്ലോ ആണ്. എന്താണ്? മഞ്ഞ കളറാണ്. അതിൻ്റെ കാരണം തരോ? അതിൻ്റെ കാരണം ഇത് രണ്ടും ഒരുമിച്ചാണ് എന്ന് പറയേണ്ടത്. ഓക്കെ, ഇത് ഒരുമിച്ച് പറഞ്ഞില്ല. ഇതെന്താണ്? അണ്ടർലൈൻഡ്. ഈ അണ്ടർലൈൻ കൊടുത്തിരിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. ഇതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊനൗണിനെ കുറിച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഈ 4 ഒരുമിച്ച് പറയാണ്. ഇങ്ങനെ ഈ 4 ഒരുമിച്ച് പറയാണ്. ഐ ആം. ഓക്കെ, ഐ ആം എ വെരി ഗുഡ് ടീച്ചർ. ഇത് 4 കൂടി ഒരുമിച്ച് പറയുകയാണെങ്കിൽ ദ ബെസ്റ്റ് സെൻറ്റൻസ്. ഓക്കെ, ഐ ആം എ വെരി ഗുഡ് ടീച്ചർ. ഈ കാണുന്ന വേർഡുകളൊക്കെ ഒരേ വേർഡാണ്. എന്നുവെച്ചാൽ എല്ലാ വേർഡിൻ്റെയും അർത്ഥങ്ങൾ വെരി എന്ന് പറയുന്ന വേർഡിനോട് സാമ്യമുള്ള അർത്ഥങ്ങളാണ്. കാരണം നമ്മൾ എല്ലാ സെൻറ്റൻസിലും വെരി ഉപയോഗിക്കുമ്പോൾ അത് സുഖമില്ല. ഫോർ എക്സാമ്പിൾ, ഐ ആം വെരി സ്മാർട്ട്, ഐ ആം വെരി ഓണസ്റ്റ്, ഐ ആം വെരി ക്ലവർ, ഐ ആം വെരി ഇൻ്റലിജൻറ്റ്, ഐ ആം വെരി ഓണസ്റ്റ്, I am very beautiful, I am very strong, I am very confident, I am very brilliant, I am very nice, I am very great, I am very excellent. എപ്പോഴും വെരി ഉപയോഗിക്കുമ്പോൾ അതൊരു രസമില്ല, സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് വെരിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സിനാണ് ഇതൊക്കെ. നമ്മൾ പറയാം, നമ്മൾ സെൻറ്റൻസിൽ എപ്പോഴും വെരി ഉപയോഗിക്കുമ്പോൾ എന്തില്ല, അതിനൊരു സുഖമില്ല. ഓക്കെ, അപ്പോൾ വെരിക്ക് പകരമായിട്ട് ഒരുപാട് വേർഡ്സുകളുണ്ട്. ഇതിനെല്ലാറ്റിൻ്റെയും അർത്ഥങ്ങൾ നിങ്ങൾ വേറെയാണ് ചിന്തിക്കരുത്. എല്ലാറ്റിൻ്റെയും അർത്ഥങ്ങൾ വെരി എന്ന് പറയുന്ന വേർഡുമായി സാമ്യമുള്ള വേർഡ്സുകളാണ്. ഓക്കെ, അപ്പോൾ ക്വയറ്റ്, നിങ്ങൾ വിചാരിക്കും ഈ ക്വയറ്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നല്ല, അതിൻ്റെ സ്പെല്ലിംഗ് വേറെയാണ്. QUITE. ഇതിൻ്റെ അർത്ഥം എന്താ പറയുക? വെരി എന്നാണ്. വെരി അർത്ഥം. അപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുക, സൈലൻറ്റ്. അതിൻ്റെ ക്വയറ്റ് ഇതല്ല, അതിൻ്റെ സ്പെല്ലിംഗ് ആണ് QUIET. IE ഒരുമിച്ച് വരാം. ഇതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാം. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടി, ഈ കാണുന്ന എല്ലാ വേർഡിൻ്റെയും അർത്ഥങ്ങൾ സെയിം ആണ്. വെരി എന്ന് പറയുന്ന വേർഡിനോട് സാമ്യമുള്ള വേർഡാണ്. ഇത് ഞാൻ തരാനുള്ള കാരണം, നമ്മൾ സെൻറ്റൻസിൽ എപ്പോഴും വെരി ഉപയോഗിക്കുമ്പോൾ അത് സെൻറ്റൻസ് ഒരു ഇതില്ല, ഒരു ചേഞ്ച് വേണ്ടേ അല്ലേ? ഒരു സെൻറ്റൻസ് അട്രാക്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് വെരിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് വേർഡ്സുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ പറയാം, നിങ്ങളെക്കുറിച്ച് ഒരു 10 സെൻറ്റൻസ് പറയൂ. ഇത് ഇവിടെ നിൽക്കട്ടെ, ഇത് വേണ്ട. ഈ ആർട്ടിക്കിൾസും അതുപോലെ തന്നെ ഇതും ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് രണ്ടും കുറിച്ച് പറഞ്ഞാൽ മതി. ഇത് രണ്ടും ഒരുമിച്ച് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഐ ആം. അപ്പോൾ പറയാൻ പോട്ടോ, നിങ്ങളെക്കുറിച്ച് 10 സെൻറ്റൻസ്. ഒന്നാമത്തെ, ഐ ആം വെരി ഗുഡ്. ഐ ആം വെരി ഗുഡ്. ഐ ആം വെരി ഗുഡ്. ഹൗ ആർ യു? ഐ ആം വെരി ഗുഡ്. ഹൗ ആർ യു? ഐ ആം വെരി ഗുഡ്. ഒന്നായി. രണ്ടാമത്, ഐ ആം വെരി സ്മാർട്ട്. അപ്പോൾ വെരി ഉപയോഗിക്കാതെ വെരിൻ്റെ പകരം വേറെ ഉപയോഗിക്കുക. എന്ത് ഉപയോഗിക്കുക? ക്വയറ്റ്. രണ്ടാമത്, ഐ ആം ക്വയറ്റ് സ്മാർട്ട്. എന്ന് പറഞ്ഞ് ആദ്യം ഐ ആം വെരി ഗുഡ്, രണ്ടാമത് ഐ ആം ക്വയറ്റ് സ്മാർട്ട്, മൂന്നാമത് ഐ ആം സോ ക്ലവർ. നാലാമത് ഐ ആം എക്സ്ട്രീംലി ഇൻ്റലിജൻറ്റ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായി? നമുക്ക് പറയാം, ഐ ആം വെരി ഇൻ്റലിജൻറ്റ്. സിമ്പിളാണ്. ഐ ആം വെരി ഇൻ്റലിജൻറ്റ്, ഐ ആം വെരി ഗുഡ്, ഐ ആം വെരി സ്മാർട്ട്, ഐ ആം വെരി ക്ലവർ. എല്ലായിടത്തും വെരി ഉപയോഗിക്കാം, പക്ഷെ വെരി ഉപയോഗിക്കുമ്പോൾ ഒരു ഇതില്ല, ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഐ ആം എക്സ്ട്രീംലി ഇൻ്റലിജൻറ്റ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഐ ആം എക്സ്ട്രീംലി ഇൻ്റലിജൻറ്റ്. ഐ ആം റിയലി ഓണസ്റ്റ്. റിയലി എന്ന് പറഞ്ഞാൽ വെരിയാണ്. ഐ ആം വെരി ഓണസ്റ്റ്. വെരിക്ക് പകരം റിയലി. ഐ ആം റിയലി ഓണസ്റ്റ്. ഐ ആം അബ്സല്യൂട്ട്ലി കോൺഫിഡൻറ്റ്. എന്ന് വെച്ചാൽ ഐ ആം വെരി കോൺഫിഡൻറ്റ് എന്നർത്ഥം. ഐ ആം വെരി കോൺഫിഡൻറ്റ്, ഐ ആം അബ്സല്യൂട്ട്ലി കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ ഐ ആം ക്വയറ്റ് കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ ഐ ആം സോ കോൺഫിഡൻറ്റ്, ഐ ആം എക്സ്ട്രീംലി കോൺഫിഡൻറ്റ്, ഐ ആം റിയലി കോൺഫിഡൻറ്റ്, ഐ ആം അബ്സല്യൂട്ട്ലി കോൺഫിഡൻറ്റ്. നിങ്ങൾ ഏത് വേർഡ് ഉപയോഗിക്കുക, ഈ വേർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ
ഇംഗ്ലീഷ് ഭാഷയുടെ ഭംഗി എന്താവും? ഇൻക്രീസ് ആവും. ഓക്കെ, കൂടും. ക്ലിയർ? ഐ ആം ഒബ്വിയസ്ലി സ്ട്രോങ്. ഐ ആം ഒബ്വിയസ്ലി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഐ ആം വെരി സ്ട്രോങ് എന്നാണ്. മീനിങ് എന്താണ്? വെരിയാണ്. വെരി. ഐ ആം പെർഫെക്റ്റ്ലി ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഐ ആം വെരി ബ്യൂട്ടിഫുൾ. ഐ ആം വെരി ബ്യൂട്ടിഫുൾ. ഐ ആം കംപ്ലീറ്റ്ലി ബ്രില്യൻറ്റ്. ഐ ആം കംപ്ലീറ്റ്ലി ബ്രില്യൻറ്റ് എന്ന് വെച്ചാൽ ഐ ആം വെരി ബ്രില്യൻറ്റ്. ഐ ആം വെരി ബ്രില്യൻറ്റ്. ഐ ആം ഡെഫിനറ്റ്ലി നൈസ് എന്ന് വെച്ചാൽ ഐ ആം വെരി നൈസ്. ഐ ആം വെരി നൈസ്. അപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ ശ്രമിക്കുക. ഒരുമിച്ച് പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഒരുമിച്ച്. അതല്ല ഒരുമിച്ചല്ല പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് മാത്രം ഉപയോഗിക്കണം. ഇങ്ങനെ അഡ്ജക്റ്റീവ് മാത്രം ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ പറയണത് അവൾ ഓണസ്റ്റ് ആകുന്നു, അല്ലെങ്കിൽ അവൾ ഓണസ്റ്റ് ആണ്. അവൾ ഓണസ്റ്റ് ആണ്. അപ്പോൾ ഷീ ഈസ് ഓണസ്റ്റ്. ഷീ ഈസ് ഓണസ്റ്റ്. ഇവിടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്. ഇവിടെ എ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ എൻ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആർട്ടിക്കിൾസ് അഡ്ജക്റ്റീവിന് വേണ്ടിയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾസ് എന്തിനു വേണ്ടിയാണ്? നൗണിന് വേണ്ടിയാണ്. നൗൺ ഉണ്ടോ? ആർട്ടിക്കിൾസ് ഉണ്ട്. എന്ന് വെച്ചാൽ സിംഗുലർ നൗൺ സെൻറ്റൻസിലുണ്ടോ? ആർട്ടിക്കിൾസ് അവിടെ വന്നിരിക്കണം. അവിടെ ആർട്ടിക്കിൾസ് വന്നിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ കഴിയില്ല. എന്താ കാരണം? ഇവിടെ നൗണില്ല. ഇവിടെ നൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഷീ ഈസ് ഓണസ്റ്റ് ഗേൾ. ഷീ ഈസ് ഓണസ്റ്റ് ഗേൾ. ഒന്നുകൂടി ശരിക്കും എഴുതാം. ഇവിടെ ഷീ ഈസ് ഓണസ്റ്റ് ഗേൾ. ഷീ ഈസ് ഓണസ്റ്റ് ഗേൾ. ഈ സെൻറ്റൻസ് തെറ്റാണ്. എന്താ കാരണം അറിയാം? ഈ സെൻറ്റൻസ് തെറ്റാണ്. അതിന് കാരണം ഗേൾ എന്ന് പറയുന്നത് സിംഗുലർ കൗണ്ടബിൾ നൗൺ അല്ലേ? സിംഗുലർ കൗണ്ടബിൾ നൗൺ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് വന്നിരിക്കണം. അപ്പോൾ എന്താണ്? ഇവിടെ എ വന്നിരിക്കണം, അല്ലെങ്കിൽ എ അല്ല ഏന വരിക. കാരണം ഓണസ്റ്റ് വവൽ സൗണ്ട് ആണ്. ഷീ ഈസ് ആൻ ഓണസ്റ്റ് ഗേൾ. ഷീ ഈസ് ആൻ ഓണസ്റ്റ് ഗേൾസ്. ഓണസ്റ്റ് ഗേൾ. ഓക്കെ, ഇവിടെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് ഗേളിന് വേണ്ടിയാണ്. ക്ലിയർ? പറഞ്ഞു വന്നത് നിങ്ങൾ നൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാം. അതല്ല നിങ്ങൾ നൗൺ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്. ഈ രണ്ടെണ്ണം മാത്രം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇതെന്താണ്? ഇത് നമ്മുടെ അഡ്ജക്റ്റീവാണ്. ഇതിൽ നമ്മൾ പറയാം എന്താണ്? ഇതിന് നമ്മൾ ആഡ്വർബ് എന്ന് പറയുക. ആഡ്വർബ് നമ്മൾ അഡ്വാൻസ്ഡ് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ക്ലിയർ? ഇപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അഡ്ജക്റ്റീവാണ്. നൗണിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊനൗണിനെ കുറിച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുക. ഒന്നുകൂടി പഠിച്ചു ഏതാ? ഇപ്പോൾ ഞാൻ സ്ട്രോങ്. ഓക്കെ, സ്ട്രോങ്. ഐ ആം സ്ട്രോങ്. അപ്പോൾ നിങ്ങൾ ഇവിടെ അഡ്ജക്റ്റീവ് മാത്രമാണ് ഉപയോഗിച്ചത്. ഐ ആം സ്ട്രോങ്. ഞാൻ സ്ട്രോങ് ആണ്. ഐ ആം സ്ട്രോങ്. ഇതിൻ്റെ കൂടെ ഈ തന്നിരിക്കുന്ന ആഡ്വർബിൽ ഏതെങ്കിലും ഒരു ആഡ്വർബ് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയായി? അതൊന്നും കൂടി തന്നാവും. ഇങ്ങനെ ഐ ആം പെർഫെക്റ്റ്ലി സ്ട്രോങ്. നിങ്ങൾക്ക് ഏതും ആഡ്വർബ് ഉപയോഗിക്കാം. ഐ ആം വെരി സ്ട്രോങ്, അല്ലെങ്കിൽ ഐ ആം ക്വൈറ്റ് സ്ട്രോങ്, ഐ ആം സോ സ്ട്രോങ്, ഐ ആം എക്സ്ട്രീംലി സ്ട്രോങ്, ഐ ആം റിയലി സ്ട്രോങ്, ഐ ആം ഒബ്വിയസ്ലി സ്ട്രോങ്, ഐ ആം പെർഫെക്റ്റ്ലി സ്ട്രോങ്, ഐ ആം കംപ്ലീറ്റ്ലി സ്ട്രോങ്. എന്തും പറയാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് 10 അല്ല 100 സെൻറ്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലെ നോട്ട്സുകൾ നിങ്ങൾ എഴുതി വെക്കണം. ഇത് എഴുതി വെച്ചിട്ട് ഇത് പിന്നെയും വായിക്കുക. കാരണം ഇതൊക്കെ നമ്മളുടെ സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബ്യൂട്ടി കൂടുകയാണ്, അല്ല കൂടി തരികയാണ്. ഓക്കെ, ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യുകയാണ്. ഏതൊക്കെ? ഈ കാണുന്ന എല്ലാ അഡ്ജക്റ്റീവും. ഓക്കെ, ഇതെന്താണ്? അഡ്ജക്റ്റീവാണ്. ഇത് അഡ്ജക്റ്റീവാണ്. ഇത് ആഡ്വർബാണ്. ഓക്കെ, ഇത് ആഡ്വർബ്. ക്ലിയർ? നമ്മളെപ്പോഴും വെരി ഉപയോഗിക്കും. വെരി. ഐ ആം വെരി സ്മാർട്ട്, ഐ ആം വെരി ഇൻ്റലിജൻറ്റ്, ഐ ആം വെരി ബ്യൂട്ടിഫുൾ, ഐ ആം വെരി സ്ട്രോങ്. വെരി മാത്രം ഉപയോഗിക്കാതെ വെരിക്ക് പകരം വേറെയും വേർഡ്സ് ഉപയോഗിക്കുക. ഇതിൽ ഏതെങ്കിലും വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി നമ്മുടെ സംസാര രീതിയെ മെച്ചപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ മറക്കരുത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക? ഈ രണ്ടും ഒരുമിച്ച് പറയാൻ ശ്രമിക്കുക. ഈ രണ്ട് വേർഡ് എപ്പോഴും ഒരുമിച്ച് പറയാൻ ശ്രമിക്കുക. ഇതന്നെ വേണമെന്നില്ല, ഏത് ഉപയോഗിക്കാം. എങ്ങനെയും ഇതൊക്കെ ചേഞ്ച് ആക്കാം. ക്ലിയർ? വെരി ഗുഡ്. ഇപ്പോൾ വെരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര സെൻറ്റൻസ് ആയിപ്പോൾ?
1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ആയില്ലേ? അപ്പോൾ 15 വെരി ഉപയോഗിച്ചുകൊണ്ട് വെരി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒക്കെ വെരി ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പം തന്നെ 15 ആയി അല്ലേ? ഈ എല്ലാ അഡ്ജക്റ്റീവിൻ്റെ കൂടെ വെരി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ 15 ആയി. അത് കഴിഞ്ഞ് ഈ 15 വേർഡിൻ്റെ കൂടെ ക്വയറ്റാണ് ഉപയോഗിക്കുന്നെങ്കിലോ അതും 15 ആയി. അങ്ങനെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഐ ആം വെരി ബ്യൂട്ടിഫുൾ, ഓക്കെ, ഐ എം വെരി നൈസ്, ഐ എം ക്വൈറ്റ് സ്ട്രോങ്, ഐ എം ക്വൈറ്റ് ബ്യൂട്ടിഫുൾ, ഐ എം ക്വൈറ്റ് ബ്രില്യൻറ്റ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയൂ, ഒരു 10 സെൻറ്റൻസ് പറയൂ. എന്ന് പറയാം, ഷീ ഈസ് വെരി ഗുഡ്, ഷീ ഈസ് ക്വൈറ്റ് സ്മാർട്ട്. നിങ്ങൾ 4 കൂടി ഒരുമിച്ച് പറയുകയാണെങ്കിലോ, 4 കൂടി ഒരുമിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സലൻറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്രണ്ട് ഒരു ടീച്ചറാണ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് ഒരു ടീച്ചറാണ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് ഒരു ടീച്ചറാണ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് ആണ് ഒരു ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾ ടീച്ചറെ കുറിച്ച് പറയണം, അവളെ കുറിച്ച് പറയണം. ഷീ ഈസ് എ വെരി ഗുഡ് ടീച്ചർ. അപ്പോൾ ഇതിലോട്ട് പോകരുതോ, ഇതിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അവൾ ടീച്ചറാണ്. ഓക്കെ, ഒന്ന്. രണ്ടാമത്തത്, ഷീ ഈസ് എ ക്വൈറ്റ് സ്മാർട്ട് ടീച്ചർ. മൂന്നാമത്, ഷീ ഈസ് സോ ക്ലവർ ടീച്ചർ. നാലാമത്, ഷീ ഈസ് ആൻ എക്സ്ട്രീംലി ഇൻ്റലിജൻറ്റ് ടീച്ചർ. ഷീ ഈസ് എ റിയലി ഓണസ്റ്റ് ടീച്ചർ. ഷീ ഈസ് an absolutely confident teacher. She is an obviously strong teacher. She is a perfectly beautiful teacher. She is a completely brilliant teacher. നിങ്ങൾക്ക് എത്രയും സെൻറ്റൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും, ഇത്രയും പറയാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾ പ്രത്യേകം എഴുതി വെച്ച് അത് 4-5 പ്രാവശ്യം വായിച്ച് നിങ്ങൾ സ്വന്തമായിട്ടൊരു 10, 15 അല്ലെങ്കിൽ 25 സെൻറ്റൻസ് ഇത് ഉപയോഗിക്കുക, എഴുതി ശീലമാക്കുക. ഓക്കെ, ഉപയോഗിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ഒരു ലൈവ് സെക്ഷൻ ഉണ്ട്. ലൈവ് സെക്ഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം. കാരണം നമ്മുടെ മെയിൻ പ്രാക്ടീസ് അവിടെയാണ് നടക്കുന്നത്. പ്രാക്ടീസ് ഇല്ലാതെ പെർഫെക്ഷൻ ഈസ് ഇമ്പോസിബിൾ. പെർഫെക്ഷൻ ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നിങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് ആകുന്നത്. ഒന്നാമത് നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. രണ്ടാമത് നിങ്ങളുടെ സെൻറ്റൻസ് മേക്കിംഗ്. നിങ്ങൾ സെൻറ്റൻസ് എഴുതിയിട്ട് അയക്കുന്നില്ലേ, നിങ്ങൾ സെൻറ്റൻസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി ഇന്നർ ഇമ്പ്രൂവ്മെൻറ്റ്, നിങ്ങളറിയാതെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. നിങ്ങളറിയാതെ ഇമ്പ്രൂവ്മെൻറ്റ് ഇറ്റ്സ് കോൾഡ് ഇന്നർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്നർ ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ, ഇത് രണ്ടും സ്പെല്ലിംഗ് അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ലൈവ് ക്ലാസ് എല്ലാവരും പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ആൻസറുകൾ കൊടുക്കാൻ ട്രൈ ചെയ്യുക. തെറ്റുകയാണെങ്കിൽ നോ പ്രോബ്ലം. കാരണം തെറ്റിൽ നിന്ന് പഠിക്കുമ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആവും. ക്ലിയർ? തെറ്റിൽ നിന്ന് പഠിക്കും. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. താങ്ക് യു എവറി വൺ.